നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ക്ലാസ് എടുത്തിട്ട് എക്സലിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സെൽ റെഫറൻസിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സെൽ റെഫറൻസിങ്ങിൽ മെയിനായിട്ട് നമ്മൾ അബ്സല്യൂട്ട്, റിലേറ്റീവ് ആൻഡ് മിക്സഡ് സെൽ റെഫറൻസിങ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഓട്ടോസം ബട്ടൺ പറഞ്ഞു. ഓട്ടോസം ബട്ടണിലുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഓട്ടോസം ഏതാണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സലിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ സമ്മ് കണ്ടുപിടിക്കണം. നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ എക്സൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമ്മ് എന്ന് പറയുന്ന കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സലിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് സമ്മ് തന്നെയാണ്. ഏതാണ് യൂസ് ചെയ്യുന്നത്? പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇക്വേഷൻ ആണെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും ഫോർമുല ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലായിരിക്കും? ഈക്വൽ സൈനിലായിരിക്കും. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈക്വൽ സൈൻ വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഒരു അഡീഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈക്വൽ 3 + 5 കണ്ടോ. അപ്പോൾ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് പ്ലസ്. അപ്പോൾ നമ്മൾ 3 + 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ റിസൾട്ടാണ് വരുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല ബാറിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഇക്വേഷൻ കിട്ടും. ഇതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അഡിഷൻ, സബ്ട്രാക്ഷൻ ആണെങ്കിലോ ഏതാ യൂസ് ചെയ്യുന്നത്? മൈനസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ 8 - 2 എന്തായിരിക്കും കിട്ടുക? ആൻസർ 8 - 2 6 ആയിരിക്കും ആൻസർ കിട്ടുക. ഇത് അഡിഷൻ, സബ്ട്രാക്ഷൻ. അടുത്ത വരുന്ന ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആസ്റ്ററിക് സൈൻ. ആസ്റ്ററിക് സൈൻ എന്നാണ് നമ്മളതിനെ പറയുന്നത്. നമ്മൾ ഈ കീബോർഡിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ സ്റ്റാർ പോലെ ഇരിക്കുന്ന ഒരു സിമ്പിൾ ഉണ്ടല്ലോ, 8 കീയിൽ വരുന്ന, 8 എന്ന് പറയുന്ന കീയിൽ മുകളിൽ വരുന്ന സിമ്പിൾ, അതിനെ ആസ്റ്ററിക് സൈൻ എന്നാണ് പറയുന്നത്. ഈ സൈനാണ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈക്വൽ 8 ആസ്റ്റിക് 5 കണ്ടോ. ഇതാണ് ആസ്റ്റിക് സൈൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 8 × 5 നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. ഇനി അടുത്തത് ഡിവിഷനാണ്. ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇച്ചിരി വലുതാക്കി കാണിക്കാം. ഇനി അടുത്തത് ഡിവിഷനാണ്. ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈക്വൽ 45 ഈ സിമ്പിളാണ് ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. /5 എത്ര കിട്ടും? 45/5 എത്രയാണ്? 9 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അഡിഷന് പ്ലസ്, സബ്ട്രാക്ഷൻ മൈനസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആസ്ട്രിക് സൈൻ യൂസ് ചെയ്യും. ഡിവിഷൻ ആണെങ്കിൽ സ്ലാഷ് യൂസ് ചെയ്യും. ഇനി അടുത്ത് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഈക്വൽ 100%. 100% എന്തിനു വേണ്ടിയിട്ടാണ്? 100ൻ്റെ പെർസെൻറ്റേജ്. 100% എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 1 ആണ്. 100നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? നമുക്ക് 1 ആയിരിക്കും കിട്ടുക. ഈക്വൽ 500% അല്ലെങ്കിൽ 500% എത്ര കിട്ടും? 500% എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. അപ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പെർസെൻറ്റേജ്. പിന്നീട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഉണ്ട്, ആംബസാൻഡ് സിമ്പിൾ. ഇതാണ് ആംബസാൻഡ് സിമ്പിൾ. ഈ സിമ്പിൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺക്യാറ്റിനേഷന് വേണ്ടിയിട്ടാണ് ആംബസാൻഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. കോൺക്യാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? കോൺക്യാറ്റിനേഷൻ സിമ്പിൾ അല്ലെങ്കിൽ ആംബസൈൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്. കൂട്ടിച്ചേർക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 നമ്പേഴ്സോ അല്ലെങ്കിൽ 2 വേർഡ്സിനെയൊക്കെ നമുക്ക് ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ആംബസൈൻഡ് അല്ലെങ്കിൽ കോൺക്യാറ്റിനേഷൻ സിമ്പിളായ ആംബസൈൻഡ് യൂസ് ചെയ്യുന്നത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കിയാൽ ഈക്വൽ, ഞാനിവിടെ ഡബിൾ കോട്ട്സിൽ ഹായ് കൊടുത്തു, ഡബിൾ കോട്ട്സ്. ഇപ്പം വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുക്കുക. നമ്പർ ആണെങ്കിൽ കോട്ട്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഹായ് കൊടുത്തു, അതിന് ശേഷം ഞാൻ ആംബസൈൻ സിമ്പിൾ കൊടുത്തു, അതിനുശേഷം ഡബിൾ കോട്ട്സിൽ അമ്മു എന്ന് എഴുതി കൊടുത്തു. കണ്ടോ. അപ്പം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുമിച്ച് ഹായ് അമ്മു കണ്ടോ, ഇതേപോലെ ഒരുമിച്ച് വരും. ഇതാണ് കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ കോൺക്യാറ്റിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്പർ ആണെങ്കിൽ നമുക്ക് ഈക്വൽ 898, അതുപോലെ തന്നെ ആംബസൈൻഡ് 67
എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും 89867 എന്ന് കിട്ടും. ഇതാണ് കോൺകാറ്റിനേഷൻ. കോൺകാറ്റിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആമ്പസാൻഡ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ആണ്. എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ റേസ് ടു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, എക്സ്പൊണൻഷ്യൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്ന സിമ്പിൾ ഏതാണ്, ഇതാണ് എക്സ്പൊണൻഷ്യൽ സിമ്പിൾ. അപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ 3, 2 റേസ് ടു 3 അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 2 × 2 × 2, 2 × 2 4, 4 × 2 8. അപ്പം ആ 8 ആണോ കിട്ടുന്നതെന്ന് നോക്കാം. കണ്ടോ, 2 എക്സ്പൊണൻഷ്യൽ 3 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3 എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, ഈക്വൽ 8 എക്സ്പൊണൻഷ്യൽ 2, 8 × 8 എത്രയാണ്, 8 × 8 64. അപ്പം എക്സ്പൊണൻഷ്യൽ ഈ സിമ്പിൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എക്സ്പൊണൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ റേസ് ടു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആമ്പസൈൻഡ് ആണെങ്കിൽ കോൺകാറ്റിനേഷൻ, ഇത് എക്സ്പൊണൻഷ്യൽ. ഇനി നമുക്ക് പറയാനുള്ളത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലെസ് ദാൻ, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, നോട്ട് ഈക്വൽ, അങ്ങനെയൊക്കെ വരുന്നതാണ് ഇത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, കമ്പയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 5 ലെസ് ദാൻ 3 എന്താണ്, 5 3യെക്കാട്ടിലും ചെറുതാണോ അല്ലയോ എന്ന് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രൂ വരും, അതല്ലാന്നുണ്ടെങ്കിൽ ഫോൾസ് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. ഇപ്പോൾ ആദ്യത്തെ ഒരു ഓപ്പറേറ്റർ നമുക്ക് നോക്കാം, ലെസ് ദാൻ നോക്കാം. ലെസ് ദാൻ എടുത്തു, നോക്കിയാൽ നമ്മൾ കൊടുക്കുകയാണ് ഈക്വൽ 89 ലെസ് ദാൻ 90. 89 ലെസ് ദാൻ 90 ആണോ, ആണ്. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടണം, ട്രൂ കിട്ടണം. ഒരു മിനിറ്റ്, കണ്ടോ, ട്രൂ വാല്യൂ കിട്ടണം. അപ്പോൾ ട്രൂ ആണല്ലോ ഇവിടെ വന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഈക്വൽ 89 ലെസ് ദാൻ 67. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ, 67 വലുതാണ്, അല്ലല്ലോ, 67 ചെറുതാണ്. ഇവിടെ എന്താണ്, വലുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇത് ഫോൾസ് ആണ് വരേണ്ട. കണ്ടോ, ഫോൾസ് ആണ്. അപ്പം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ റിസൾട്ട് എന്തെങ്കിൽ ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. ഇതെന്താണ്, ലെസ് ദാൻ ആണ്. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ, ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ആണോ എന്നും ചെക്ക് ചെയ്യും, ഈക്വൽ ആണോ എന്നും ചെക്ക് ചെയ്യും. അപ്പോൾ ലെസ് ദാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിലും ട്രൂ കിട്ടും, അല്ലെങ്കിൽ മാത്രമേ ഫോൾസ് കിട്ടത്തുള്ളൂ. എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, ഈക്വൽ 89 ലെസ് ദാൻ ഓർ ഈക്വൽ 99. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ, നമ്മൾ ആദ്യത്തെ ഈക്വൽ ഇക്വേഷൻ്റെ ഈക്വലാണ്, അത് നോക്കണ്ട, ഇത്രയും നോക്കിയാൽ മതി. 89 ലെസ് ദാൻ ഓർ ഈക്വൽ 99. അപ്പം നോക്കിയേ, 89 ലെസ് ദാൻ 99 ആണോ, ആണ്. അപ്പം ഈക്വൽ ആണോ നോക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ ചെറുതാണ്, 99നെക്കാട്ടിലും ചെറുതാണ് 89, അതുകൊണ്ട് നമുക്ക് ട്രൂ കിട്ടും. കണ്ടോ, ഇനി നോക്കിയേ, ഈക്വൽ 89 ലെസ് ദാൻ ഓർ ഈക്വൽ 89. ഇവിടെ എന്താണ്, 89 ലെസ് ദാൻ 89 ആണോ, അല്ല, പക്ഷേ 89 ഈക്വൽ 89 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രൂ വാല്യൂ കിട്ടും. ഇനി ഈക്വൽ 89 ലെസ് ദാൻ ഓർ ഈക്വൽ 56. ഈക്വൽ വന്നില്ല അല്ലേ, ഈക്വൽ 56. നോക്കിയേ, 89 ലെസ് ദാൻ ഓർ ഈക്വൽ 56. അതെന്താണ്, 56നെക്കാട്ടിലും ചെറുതാണോ 89, അല്ല. ഈക്വൽ ആണോ, അല്ല. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും, ഫോൾസ് റിസൾട്ട് കിട്ടും. ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാനും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഗ്രേറ്റർ ദാൻ എങ്ങനെ വരും, ഈക്വൽ 90 ഗ്രേറ്റർ ദാൻ 89. ട്രൂ ആണോ ഫോൾസ് ആണോ, 89നെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ആണ് 90, അതുകൊണ്ട് ട്രൂ കിട്ടും. അടുത്തത് ഈക്വൽ 90 ഗ്രേറ്റർ ദാൻ 78, സോറി 99. 90 ഗ്രേറ്റർ ദാൻ 99. ട്രൂ ആണോ, അല്ല. 99നെക്കാട്ടിലും വലുത് അല്ലല്ലോ 90, അപ്പോൾ എന്ത് വരും, ഫോൾസ് വരും റിസൾട്ട്. ഇനി ഇപ്പോൾ ഏതൊക്കെ പറഞ്ഞു, നമ്മൾ ലെസ് ദാൻ പറഞ്ഞു, ലെസ് ദാൻ ഓർ ഈക്വൽ പറഞ്ഞു, ഗ്രേറ്റർ ദാൻ പറഞ്ഞു. ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ കൊടുത്തു നോക്കാം. നോക്കിയേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊക്കെ ഓപ്പറേഷൻ നമുക്ക് കൊടുക്കാം, ഈക്വൽ 90 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 90. അപ്പം 90 ഗ്രേറ്റർ ദാൻ 90 അല്ല, പക്ഷേ 90 ഈക്വൽ 90 ആണ്. അപ്പോൾ എന്ത് വരും, ട്രൂ വരും. അടുത്തത്
ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയേ, ഈക്വൽ 90 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 56. അപ്പം എന്താ 56-നെക്കാട്ടിലും ഗ്രേറ്റർ ആണ് 90 അല്ലേ? ഈക്വൽ അല്ല, പക്ഷേ ഗ്രേറ്റർ ആണ്, അതുകൊണ്ട് എന്ത് വരും? ട്രൂ വരും. പിന്നെ ഫോൾസ് വരാനാണെങ്കിലോ, ഈക്വൽ 56 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 78. അപ്പം 78-നെക്കാട്ടിലും വലുതാണോ 56? അല്ല. ഈക്വൽ ആണോ? അല്ല. അപ്പം നമുക്ക് എന്ത് ആൻസറാണ് കിട്ടുന്നത്? ഫോൾസ് ആണ് കിട്ടുന്നത്. അപ്പം ഇവിടെ ഏതൊക്കെ വന്നു? നമുക്ക് ലെസ് ദാൻ വന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. അടുത്ത വരുന്നത് നോട്ട് ഈക്വൽ ആണ്. നോട്ട് ഈക്വൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ലെസ് ദാൻ സിമ്പിളും ഗ്രേറ്റർ ദാൻ സിമ്പിളും കൊടുക്കുന്നതാണ് നോട്ട് ഈക്വൽ എന്ന് പറയുന്നത്. ഇപ്പം നോക്കിയേ, ഈക്വൽ 90 നോട്ട് ഈക്വൽ 90. 90ക്ക് ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്. അപ്പം ഈക്വൽ ആണല്ലോ, അപ്പം നമുക്ക് എന്ത് കിട്ടും? ഫോൾസ് ആയിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. കണ്ടോ? ഇനി നോക്കിയേ, ഈക്വൽ അല്ലാത്തത് കൊടുക്കുക. ഈക്വൽ 90 നോട്ട് ഈക്വൽ 89. 90യും 89ഉം എന്തല്ല? ഈക്വൽ അല്ല. ഈക്വൽ അല്ലല്ലോ, അപ്പം നമുക്ക് എന്ത് കിട്ടും? ട്രൂ കിട്ടും. അപ്പം ഇത്രയുമാണ് മെയിനായിട്ടുമുള്ള ഓപ്പറേറ്റേഴ്സ്. ഏതൊക്കെയാണ്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പെർസെൻറ്റേജ്, കോൺകാറ്റിനേഷൻ, എക്സ്പോണൻഷ്യൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, നോട്ട് ഈക്വൽ. അപ്പം ഇത്രയും ഓപ്പറേറ്റേഴ്സ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്